Hi friends, welcome to my YouTube channel hmedia. ഈ വീഡിയോയിലൂടെ സ്കെച്ചപ്പ് ടു 3ds Max എന്ന സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്കെച്ചപ്പ് ടു 3ds Max വർക്ക് ഫ്ലോ ഈസി ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ക്രിപ്റ്റാണിത്. സ്കെച്ചപ്പ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് മോഡലുകൾ ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ ക്വിക്കായി കോപ്പി ചെയ്ത് 3ds Maxലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്ക്രിപ്റ്റ് എങ്ങനെ യൂസ് ചെയ്യാം, കൂടാതെ ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതിനായി സ്കെച്ചപ്പിലേക്കും 3ds Maxലേക്കും ഈ ഒരു സ്ക്രിപ്റ്റിനെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. സ്കെച്ചപ്പിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബേസിക് എക്സ്റ്റീരിയർ മോഡലാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു മോഡൽ 3ds Maxലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതിനായി ആദ്യം കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം എക്സ്റ്റൻഷൻസ് എന്ന ഈ ഒരു മെനുവിൽ നിന്നും കോപ്പി ടു 3ds Max എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ സ്കെച്ചപ്പിൽ നിന്നും ഈ ഒരു മോഡൽ കോപ്പി ആയിരിക്കുകയാണ്. ഇനി 3ds Maxൽ പേസ്റ്റ് ഫ്രം സ്കെച്ചപ്പ് സൈലന്റ് എന്നിങ്ങനെ രണ്ട് ബട്ടൺസ് ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പേസ്റ്റ് ഫ്രം സ്കെച്ചപ്പ് എന്ന ഈ ഒരു ബട്ടനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡിഫോൾട്ട്, ലെഗസി ഇമ്പോർട്ടർ തുടങ്ങിയ മൾട്ടിപ്പിൾ ഇമ്പോർട്ടർ ഓപ്ഷൻസ് ഇതിൽ കാണാവുന്നതാണ്. കൂടാതെ പേസ്റ്റ് സെറ്റിംഗ്സിൽ ക്ലീൻ പേസ്റ്റ് എന്ന ഈ ഒരു ടിക്ക് ഇവിടെ ഓൺ ചെയ്യുകയാണെങ്കിൽ സ്കെച്ചപ്പിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ അൺനെസസറി ആയ ഹിഡൻ ഒബ്ജക്റ്റുകൾ, ക്യാമറ, ബാക്ക്ഗ്രൗണ്ട്സ് തുടങ്ങിയ അൺനെസസറി എലമെന്റ്സിനെ ഒഴിവാക്കി 3ds Maxലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. റിമൂവ് ഷേപ്പ് എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ കാണാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ഷേപ്പുകൾ ഓട്ടോമാറ്റിക്കായി റിമൂവ് ആയി ഒബ്ജക്റ്റുകളെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഡിഫോൾട്ട് ലെയർ എന്ന ഈ ഒരു ഓപ്ഷനും ഇതിൽ കാണാവുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റുകളും ഒരു ലെയറിലേക്ക് ആഡ് ആവുന്നതാണ്. ലെയർ യൂസ് ചെയ്തുകൊണ്ടുള്ള വർക്ക് ഫ്ലോയിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മൾ ഒബ്ജക്റ്റുകൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്റ്റുകളുടെ പിവറ്റ് സെന്ററായി ലഭിക്കുന്നതിനായി ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. ഇനി പേസ്റ്റ് ഫ്രം സ്കെച്ചപ്പ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ വളരെ ക്വിക്കായി സ്കെച്ചപ്പിൽ നിന്നും കോപ്പി ചെയ്ത മോഡൽ 3ds Maxലേക്ക് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ ക്ലീൻ ആയാണ് ഈ ഒരു മോഡൽസ് നമുക്കിതിൽ ലഭിച്ചിരിക്കുന്നത്. ഇതുപോലെ സ്കെച്ചപ്പിൽ നിന്നും ബേസിക് ആയ മോഡൽസുകൾ വളരെ ഈസിയായി കോപ്പി ചെയ്യാനും അതിനെ 3ds Maxലേക്ക് ക്വിക്കായി പേസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. സൈലന്റ് എന്ന ഒരു ബട്ടണും അവൈലബിൾ ആണ്. കോപ്പി ചെയ്യുന്ന മോഡലുകളെ ക്വിക്കായി പേസ്റ്റ് ചെയ്യാൻ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. ഷോർട്ട് കീ യൂസ് ചെയ്തുകൊണ്ടും സ്കെച്ചപ്പിൽ നിന്നും ഒബ്ജക്റ്റുകളെ കോപ്പി ചെയ്ത് 3ds Maxലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഫ്രീ സ്ക്രിപ്റ്റ് ആണ്. ഈ സ്ക്രിപ്റ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും hmedia വാട്സ്ആപ്പ് ചാനലിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ ഒരു സ്ക്രിപ്റ്റ് സ്കെച്ചപ്പിലേക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. സ്കെച്ചപ്പിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഒരു RBC ഫയൽ ഇവിടെ കാണാവുന്നതാണ്. ഇനി ഈ ഒരു സ്ക്രിപ്റ്റിനെ സ്കെച്ചപ്പിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി എക്സ്റ്റൻഷൻസ് എന്ന ഈ ഒരു മെനുവിൽ എക്സ്റ്റൻഷൻ മാനേജർ ക്ലിക്ക് ചെയ്ത് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി ഇൻസ്റ്റാൾ എക്സ്റ്റൻഷൻ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു RBC ഫയൽ സെലക്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ സ്കെച്ചപ്പിലേക്കുള്ള ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി എക്സ്റ്റൻഷൻസ് എന്ന ഈ ഒരു മെനുവിൽ നിന്നും കോപ്പി ടു 3ds Max എന്ന ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റുകളെ കോപ്പി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ഷോർട്ട് കീ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വിൻഡോ എന്ന മെനുവിൽ നിന്നും പ്രിഫറൻസസ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഷോർട്ട് കട്ട്സ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഫിൽറ്ററിൽ കോപ്പി ടു 3ds Max എന്ന ഈ ഒരു എക്സ്റ്റൻഷൻ ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ആഡ് ഷോർട്ട് കട്ട് എന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ആവശ്യമുള്ള ഷോർട്ട് കീ സെറ്റ് ചെയ്യാവുന്നതാണ്. Ctrl+Shift+C എന്ന ഈ ഒരു ഷോർട്ട് കട്ടാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഷോർട്ട് കീ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഓക്കെ പ്രസ് ചെയ്യാം. ഇനി സ്കെച്ചപ്പിൽ നിന്നും ഒബ്ജക്റ്റുകളെ ഷോർട്ട് കീ യൂസ് ചെയ്തോ എക്സ്റ്റൻഷൻസിൽ നിന്നും കോപ്പി ടു 3ds Max എന്ന ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തുകൊണ്ടോ കോപ്പി ചെയ്യാവുന്നതാണ്. അടുത്തതായി 3ds Maxലേക്ക് കോപ്പി ചെയ്ത ഒബ്ജക്റ്റുകളെ പേസ്റ്റ് ചെയ്യുന്നതിനായി പേസ്റ്റ് ഫ്രം സ്കെച്ചപ്പ് എന്ന ഈ ഒരു MCP ഫയൽ 3ds Maxന്റെ വ്യൂ പോർട്ടിലേക്ക് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇൻസ്റ്റാൾ എന്ന ഈ ഒരു ബട്ടൺ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ക്രിപ്റ്റിനെ 3ds Maxലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റ് 3ds Maxലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൽ ഓക്കെ പ്രസ് ചെയ്യാം. ഇനി 3ds Maxന്റെ മെയിൻ ടൂൾ ബാറിലേക്ക് ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് യൂസർ ഇന്റർഫേസ് ഓപ്പൺ ചെയ്യാം. D95 ഡിസൈൻ എന്ന ഈ ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാം.
പേസ്റ്റ് ഫ്രം സ്കെച്ചപ്പ്, പേസ്റ്റ് ഫ്രം സ്കെച്ചപ്പ് സൈലന്റ് തുടങ്ങിയ ഈ സ്ക്രിപ്റ്റുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി ന്യൂ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഒരു ടൂൾ ബാർ ക്രിയേറ്റ് ചെയ്യാം. ഈ ടൂൾ ബാറിലേക്ക് ആക്ഷൻസിൽ നിന്നും പേസ്റ്റ് ഫ്രം സ്കെച്ചപ്പ്, പേസ്റ്റ് ഫ്രം സൈലന്റ് തുടങ്ങിയ ഈ ബട്ടണുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഈ സ്ക്രിപ്റ്റുകൾ സെലക്ട് ചെയ്ത് ഈ ടൂൾ ബാറിനെ നമ്മുടെ മെയിൻ ടൂൾ ബാറിലേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി സ്കെച്ചപ്പിൽ നിന്നും ഒബ്ജക്റ്റുകളെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതിനായി ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.